എന്നെ ഇവിടെ എടുത്തിട്ട് ഏട്ടൻ ചോദിക്കാൻ പോയി. അയ്യോ അതെന്തുവാ? ഇത് തന്നെ തോന്നുന്നു. വെയിലുണ്ട് കേട്ടോ. നമ്മള് രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറെ നാളായില്ലേ. ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സീബ് ഫിഷ് മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സീബ് ഫിഷ് മാർക്കറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുറേ നാളായി ഞങ്ങളിവിടെ വന്നിട്ട്. പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. ഇതേ അവിടെയായിരുന്നു കേട്ടോ ഫിഷ് മാർക്കറ്റ് അടച്ചിട്ടേക്കുന്നു. പണി കിട്ടി. എന്നാ പറ്റിയോ എന്തോ. എന്നെ ഇവിടെ എടുത്തിട്ട് ഏട്ടൻ ചോദിക്കാൻ പോയി ഇവിടെ മീനൊക്കെ എവിടെയാണെന്നൊക്കെ ഉള്ളത്. കിട്ടിപ്പോയി. ഓ വലിയ ബിൽഡിംഗ് ഒക്കെ ആക്കി. മാർക്കറ്റ് എപ്പോഴും മൊത്തത്തിൽ ഇങ്ങോട്ട് മാറ്റി എപ്പോഴും കേട്ടോ. ഓഹോ, നമ്മളിപ്പോ കൊറേ നാളായില്ലേ വന്നിട്ട്. ഇത് തന്നെ തോന്നുന്നു. ഇപ്പൊ സീബ് മാർക്കറ്റിന് വന്ന മാറ്റം അല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് അവിടെ മീൻ പിടിക്കുന്നതും ബോട്ടുകളും. ഭയങ്കര കാക്കകള്. കാക്കയോ എന്തോ അത്? നോക്കിയാ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഞാൻ പഴയ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതുകൂടെ വെച്ച് നോക്കുമ്പോൾ എന്താ ഒരു അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഒത്തിരി മാറ്റമൊക്കെ വരുത്തി അടിപൊളിയാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ഫിഷിൻ്റെ മാത്രം ഏരിയ ആണ് കേട്ടോ ഇത്. ഫിഷ് കട്ട് ചെയ്യാനും ഒക്കെ നല്ല രീതിക്ക് ഒരു റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ മിക്കയിടത്തും ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റുകൾ തന്നെയാണ്. ഇവിടെ ഇപ്പോഴാണിത് പുതുക്കി പണിഞ്ഞതാണ്. അപ്പുറത്ത് ചെറിയ രീതിക്കുള്ളതായിരുന്നു. ഇതിപ്പോൾ പുതുക്കി പണിഞ്ഞതാണ്. ഇത് കട്ട് ചെയ്യുന്ന ഏരിയ ആണ്. നമ്മൾ വാങ്ങി ഫിഷ് അവിടെ കൊടുത്തിട്ട് പൈസയും കൂടെ കൊടുക്കുമ്പോൾ അവർ കട്ട് ചെയ്ത് തരും നമുക്ക്. കണവയുടെ വലുതല്ലേ? ഞണ്ടിന് വലുത് നോക്കി. അവളുടെ ഞണ്ട് നല്ല ലാഭമുണ്ട് ഇവിടെ. ശരിക്കും മീനൊക്കെ ഉണ്ട്. നേരത്തെ മറ്റേ മാർക്കറ്റിൽ വരുമ്പോൾ ഇത്രയൊന്നും മീനുകളൊന്നും കണ്ടിട്ടില്ല. കച്ചവടം ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാരും ഇല്ലായിരുന്നു മറ്റേ മാർക്കറ്റിൽ. ഇതോ കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്ന മീൻ പിടിക്കുന്ന കാണാം. അകത്തോട്ട് കയറി പോരാ, അവിടെ കാണായിട്ടാ. ആ പാലത്തിൽ കൂടെ ഇറങ്ങി പോണോ? ആണോ? അതുകൊണ്ട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ നിൽക്കുന്ന. നമുക്കൂടെ അങ്ങോട്ട് പോയിട്ട് വരാം. അത് പോലീസിന്റെ വണ്ടിയായ പോലീസിന്റെ ബോട്ടല്ലേ? അയ്യോ അതെന്തുവാ? ഏട്ടാ മീനാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി മീൻ ഒന്നിച്ചേർന്ന് പൊങ്ങി. കണ്ടായിരുന്നോ? ആണോ? ഈ ബോട്ടുകൾ മൊത്തം പോലീസിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെയോ? ഓ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട് അവിടെ. ചൂണ്ട വരുമ്പോഴാണ് പൊങ്ങുന്നതെല്ലാം കൂടെ. അതുകൊണ്ട് ഏട്ടാ, അതുകൊണ്ട് അവിടെയൊക്കെ പൊങ്ങുന്നുണ്ടോ കുറെ മീനുകൾ. ഓ അവരെല്ലാ സാധനവും നമ്മുടെ ഇന്ത്യൻസ് ആണത് കേട്ടോ അല്ലേ? അതുകൊണ്ടാ വരുന്ന. ഓ ഇല്ല, വരുന്ന ബോട്ടിലെങ്ങാണ്ട് പോകാനായിരിക്കും കേട്ടോ. ഓ നമുക്കൊരു ദിവസം. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും അല്ലേ? ഓ നമുക്ക് വെയിലുണ്ട് നല്ല കേട്ടോ. പിള്ളേർ ഉണങ്ങുകയാണോ എന്തോ. നമ്മളങ്ങനെ അധികമായിട്ട് മീനൊന്നും വാങ്ങിയില്ല, കുറച്ച് മീനേ വാങ്ങിയുള്ളൂ. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഒത്തിരി കടൽക്കാക്കകൾ ഇങ്ങനെ നല്ല പറന്നിങ്ങനെ നടക്കുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ വാങ്ങിയ മീൻ ഇതാ ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചൂര, 1 റിയാലാട്ടോ ഇതിന്. പക്ഷെ നല്ല ഫ്രഷ് സാധനമാണ്. അതുകൊണ്ട് വില കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഇത് കണ്ണൻകുഴിയാള എന്ന് പറയും. അപ്പോൾ അതും വാങ്ങിച്ചു. ഇത്രയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇത് വെട്ടുന്നതും കറി വെക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണ്ടേ? അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.